ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പെൻഷനുകൾ ഒരുമിച്ച് തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു. വിതരണ നടപടികൾ ആരംഭിച്ചു. വിഷു പ്രമാണിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം തന്നെ ആരംഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26.67 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാർച്ച് 25 ബുധനാഴ്ച മുതൽ തുക എത്തിച്ചേർന്ന് തുടങ്ങും. ഇതോടൊപ്പം തന്നെ സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ വിതരണം സജീവമാകും. മാർച്ച് മാസത്തിലെ പെൻഷൻ മാർച്ച് 25 മുതൽ വിതരണം ആരംഭിക്കുകയും മാർച്ച് 30 വിതരണം പൂർത്തിയാവുകയും ചെയ്യും. ഏപ്രിൽ മാസത്തിലെ പെൻഷൻ മാർച്ച് 31 മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും കൃത്യമായി 2 മാസത്തിലെ പെൻഷൻ തുകയായ 4000 രൂപ വീതം 2 ഘട്ടങ്ങളിലായി എത്തിച്ചേരും. തൊട്ടടുത്ത ആഴ്ചകളിലായി ആദ്യമായാണ് ക്ഷേമ പെൻഷൻ 2 മാസത്തേത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നത്. വിഷു പ്രമാണിച്ചാണ് പെൻഷൻ നേരത്തെ നൽകുന്നത്. നേരത്തെ തന്നെ പെൻഷനുള്ള പണം അനുവദിച്ച് ഉത്തരവായിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രണ്ടാം പിണറായി സർക്കാർ 51,534 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തതെന്നും വാർത്താമാധ്യമങ്ങളിൽ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി 1050 കോടിയോളം രൂപയാണ് പെൻഷൻ ഇനത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക വിതരണം ഏപ്രിൽ 14 മുന്നോടിയായി പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷനും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ച് ഉത്തരവായിരിക്കുകയാണ്. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നോടിയായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 2 മാസത്തിലെ പെൻഷൻ തുകയായ 4000 രൂപയാണ് ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ വർധന, പെൻഷൻ തുകയുടെ കുടിശ്ശിക വിതരണം എന്നിവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ മേഖലകളിൽ കാലങ്ങളോളമായി കുടിശ്ശികയായി കിടക്കുന്ന തുകയുടെ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. തുക വിതരണം ചെയ്യുന്നതിലേക്കായുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. 6 മാസത്തിലെ തുകയായ 9600 രൂപ വീതം ഇത്തവണ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. 1600 രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ തുകയാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സംസ്ഥാന സർക്കാരിന്റെ 50 കോടി രൂപ വായ്പാ സഹായം, അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള വായ്പാ ധനസഹായം, ഇതെല്ലാം തന്നെ സർക്കാർ ഗ്യാരണ്ടിയിൽ കൃത്യമായി വിവിധ ക്ഷേമനിധി ബോർഡുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക വിനിയോഗിച്ചാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്താൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് മുടങ്ങാതെയുള്ള ധനസഹായം ഈ ആഴ്ച മുതൽ ആരംഭിക്കും. വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.